ഇന്നലകളിൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ പഴി കേട്ടിരിക്കുന്നത് പരീക്ഷ നടത്തിപ്പിലും അതുപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിലുമാണ്. എന്നാൽ ബാർകോഡ് സംവിധാനം വന്നത് മൂലം കുറേ അധികം മാറിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുന്നു, ടൈം ടേബിൾ വരുന്നു, പരീക്ഷ നടത്തിപ്പ് വരുന്നു, ദെൻ പേപ്പർ വാല്യുവേഷൻ, ഫൈനലി റിസൾട്ട്. പണ്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ അധികം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാലിക്കറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സീനിയേഴ്സിനോടും സൂപ്പർ സീനിയേഴ്സിനോടും സൂപ്പർ സീനിയേഴ്സിനോടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ പേപ്പർ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ടുകൾ പലപ്പോഴും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് വിചാരിച്ചതുപോലെ മാർക്ക് കിട്ടിയില്ല, മാർക്ക് കുറഞ്ഞു, 2-3 വിഷയത്തിൽ തോറ്റു, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട്. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് കൊടുക്കണം. നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എഴുതി ജയിക്കാൻ നോക്കുക. പരീക്ഷകൾ വേഗത്തിലാക്കണം, റിസൾട്ടുകൾ വേഗത്തിലാക്കണം എന്ന് പറയുന്ന പകുതി പേർക്കും മാർക്കുകൾ വളരെ കുറവാണ്. പലരും സപ്ലിമെൻ്ററിയുടെ പിടിയിലുമാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷകൾ വരുന്നു, റിസൾട്ടുകൾ അതിലേറെ വേഗത്തിൽ വരുന്നു, പക്ഷേ ഒരു വിഭാഗം വിദ്യാർത്ഥികളിൽ ഇപ്പോഴും മാർക്ക് വളരെ കുറവാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, ഞാൻ ജയിച്ചാൽ മാത്രം മതി, ബാക്കിയുള്ള എല്ലാ കാര്യം സെറ്റാണ്, വിദേശത്തേക്കുള്ള യാത്രകളും ദെൻ ജോലിയൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ തലേദിവസം പഠിച്ചാൽ മതിയെന്ന്. അങ്ങനെ നിങ്ങൾ തലേദിവസത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കരുത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾ തോറ്റു പോകുന്നത് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പറയാം. പഴി കേട്ട യൂണിവേഴ്സിറ്റി കുറേ അധികം മാറി. എന്നാൽ നമ്മൾ മാറിയോ എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുക. എക്സാം ടൈം ടേബിൾ വന്നിട്ട് ഞാൻ പഠിക്കൂ, ഇനി ഇടയ്ക്ക് പരീക്ഷ മാറ്റി വെച്ചോല്ലോ എന്ന് വിചാരിച്ച് ഉഴപ്പ് കാണിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു വർഷവും നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ബാർകോഡ് സിസ്റ്റം വന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് റിസൾട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ എക്സാമിന് തോറ്റു കഴിഞ്ഞാൽ ആ എക്സാമിന് നമ്മൾ വീണ്ടും ജൂനിയേഴ്സിനൊപ്പമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. എക്സാം ഓൺ ഡിമാൻഡ് അങ്ങനെയുള്ള ഒരു പ്രൊവിഷനൊന്നും നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ആക്കണം, റിസൾട്ട് വരണമെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുറച്ചും കൂടി ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കണം, സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പോയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ വിജയശതമാനം കൂടുകയും സപ്ലി എന്ന കൊട്ടാരത്തിൽ നിന്ന് നമുക്ക് മാറാനും സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് സെമസ്റ്റർ മുതലുള്ള വിദ്യാർത്ഥികൾ ഇത് ശ്രദ്ധിച്ചാൽ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും അവരുടെ കരിയറിൽ. ഡിഗ്രി എന്ന പ്രോഗ്രാം നല്ല രീതിയിൽ ജയിക്കാനും സാധിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.